Ladies and gentlemen, this is Adesh and welcome to my comedy. നാഷണൽ അവാർഡൊക്കെ ഇപ്പൊ വൻ കോമഡിയാണ്, കോമഡി പീസാണ്. ഇത് ഇന്നോ ഇന്നലെയോ കോമഡി ആയതല്ല, എന്നോ ആയിക്കഴിഞ്ഞു. ഇത് ആദ്യത്തെ വട്ടമല്ല, ഇത് അവസാനത്തെ വട്ടമല്ല. സോ 72ാമത്തെ നാഷണൽ അവാർഡ് ബെസ്റ്റ് ആക്ടർ വൺ ആൻഡ് ഓൺലി മമ്മൂക്ക. ഒരു സംശയമില്ല, ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള ആൾക്ക് തന്നെയാണ് അത് കിട്ടിയിരിക്കുന്നത്. പ്രതിഭയല്ല, പ്രതിഭാസം. നമ്മൾ ഈ 100 കോലി ഇല്ല, അങ്ങേർക്ക് 150 കോലി ഇല്ല, അങ്ങേർക്ക് ബോക്സ് ഓഫീസ് നമ്പേഴ്സ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ അങ്ങേർക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങളൊക്കെ വേറെ ആർക്കും ചെയ്യാൻ പറ്റില്ല. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ബ്രഹ്മയുഗത്തിലെ ഈ ക്യാരക്ടറും അങ്ങേരുടെ പെർഫോമൻസ്. പ്രതിഭയല്ല, പ്രതിഭാസം. സോ മമ്മൂട്ടിയുടെ ഒപ്പം ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയത് നമ്മുടെ ചന്തു ചാമ്പ്യനിലെ പെർഫോമൻസിന് കാർത്തിക് ആര്യനാണ്. പലരും പറയുന്നത് കേട്ടു കാർത്തിക് ആര്യനൊക്കെ എന്ത് കണ്ടിട്ടാണ് അവാർഡ് കൊടുത്തതെന്ന്. അത് ആ സിനിമ കാണാത്തതിന്റെ പ്രശ്നമാണ്. ചന്തു ചാമ്പ്യൻ കണ്ടു കഴിഞ്ഞാൽ ഒരൊറ്റ ആളും കാർത്തിക് ആര്യനെ തള്ളിപ്പറയില്ല. കിഡു പെർഫോമൻസ് ആണ്, ഇവൺ അതുവരെ ഡിസേർവിംഗ് ആണ്. ഇതിന്റെ ഇടയിൽ എല്ലാവരും മറന്നുപോയൊരു പേര്, അല്ലെങ്കിൽ തഴഞ്ഞൊരു പേരാണ് ചിയാൻ വിക്രം ഫോർ തങ്കലാൻ. ആ സിനിമയെ പറ്റി പല അഭിപ്രായം ഉണ്ടാവും, പലർക്കും അത് വർക്കായി ഉണ്ടാവില്ല. പക്ഷെ അങ്ങേരുടെ പെർഫോമൻസ് ഇന്ത്യൻ സിനിമയിൽ തന്നെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് പെർഫോമൻസ് ആണ്. അതിന് ഒരു റെക്കഗ്നിഷനും ഇല്ല. എങ്ങനെയാണ് ഇതിനെയൊക്കെ ഇങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നത്? ദിസ് മാൻ ഗേവ് ഹിസ് കംപ്ലീറ്റ് സോൾ ആൻഡ് ബ്ലഡ് ഫോർ ദാറ്റ് ഫിലിം. അത്രയ്ക്കിടു പെർഫോമൻസിന് ഒരു അപ്രീസിയേഷൻ, ഒരു സ്പെഷ്യൽ മെൻഷൻ, ഒരു റെക്കഗ്നിഷൻ പോലും കൊടുക്കാതെ തള്ളിക്കളയാൻ എങ്ങനെയാണ് പറ്റുന്നത്? റീസെന്റ് ആയിട്ട് ഞാൻ കുറെ അവാർഡ്സ് കണ്ടാണ്. അതിലൊക്കെ ഈ ബെസ്റ്റ് തമിഴ് ആക്ടർ വരുമ്പോ അമരനിലെ ശിവകാർത്തികേയനൊക്കെ കൊടുക്കണം. അത് അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. ബട്ട് ദാറ്റ് സംതിങ് എനി ആക്ടർ ക്യാൻ ഡു, എനി വൺ ക്യാൻ ഡു. പക്ഷെ ഇതൊക്കെ ഓൺലി ചിയാൻ വിക്രം ക്യാൻ ഡു. അതാ ഞാൻ പറഞ്ഞത്, ഇത് ആദ്യത്തെ വട്ടമല്ല, ഇത് അവസാനത്തെ വട്ടമല്ല. പണ്ടൊക്കെ ക്ലാസ് പടങ്ങൾക്കായിരുന്നു അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്ന് മാസ് പടങ്ങളിൽ കുറെ കോമാളിത്തരും കോപ്രായത്തരും 4-5 ഡാൻസും കളിച്ചു കഴിഞ്ഞാൽ നാഷണൽ അവാർഡ് കൊടുക്കേണ്ട ഒരു ഗതി, ആ ഒരു പരഗതിയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ അവാർഡിന് എന്ത് വാല്യൂ ആണുള്ളത്? അല്ല, അറിയാൻ ചോദിക്കുക. മഹാനിലുള്ള ചിയാൻ വിക്രത്തിന്റെ പെർഫോമൻസിന് ഒരു സമയത്ത് താഴ്ന്നു. മാൻ, യു ഡിസേർവ് ബെറ്റർ, യു ഡിസേർവ് ബെറ്റർ. ചിയാൻ വിക്രം, യു ഡിസേർവ് ബെറ്റർ. അത്ര കിടു പെർഫോമൻസ് ആയിരുന്നു. ബ്രഹ്മയുഗത്തില് മമ്മൂട്ടിയുടെ പെർഫോമൻസ് കഴിഞ്ഞു വെച്ചാ ചന്തു ചാമ്പിൽ ദാറ്റ്സ് ഫൈൻ, കാർത്തിക് ആര്യന്റെ പെർഫോമൻസ് ഇസ് ഫൈൻ, അത് കൊടുത്ത് തെറ്റാണ് ഞാൻ പറയാം. പക്ഷെ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ചിയാൻ വിക്രമിനും കൊടുക്കണമായിരുന്നു. ആൻഡ് ഏറ്റവും വലിയ കോമഡി എനിക്ക് വേറെ ആയിട്ട് തോന്നിയത് ബെസ്റ്റ് തമിഴ് ഫിലിം റായൻ. മറ്റേ ബ്ലഡ് ബാത്ത് കണ്ടിട്ടാണല്ലോ, അറിയാൻ ചോദിക്കുക. മെയ്യഴകൻ പോലെ ഒരു സിനിമയുണ്ട്. 1000 കോടി നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ട്, അല്ലെങ്കിൽ 2000 കോടി നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിലും യു കാൺ മേക്ക് എ മൂവി ലൈക്ക് മെയ്യഴകൻ. കാരണം അങ്ങനത്തെ സിനിമ വൺസ് ഇൻ എ ലൈഫ് ടൈമേ ഇറങ്ങുള്ളൂ. അത്രയും ഒരു ലൈഫുള്ള പടമാണ്. ഏത് കൊടും ക്രൂരനെ കൊണ്ടുപോയിട്ട് ആ പടം കാണിച്ചാലും ചിലപ്പോൾ അങ്ങേര് ചിലപ്പോൾ നന്നാവും. അത്രയും ഒരു സോൾ ഉള്ള ഒരു സിനിമയാണ്. ആ സിനിമയ്ക്ക് ഒന്നുമില്ല. ബെസ്റ്റ് തിരക്കഥ പുഷ്പ, വെരി ഗുഡ്. ഇനിയിപ്പോ അടുത്ത 2026 74th നാഷണൽ അവാർഡ് ചിലപ്പോൾ വരുമ്പോൾ പെദ്ദി രാംചരൺ ആയിരിക്കും ഏറ്റവും ബെസ്റ്റ് ആക്ടർ, ആൻഡ് ഏറ്റവും ബെസ്റ്റ് പടം പെദ്ദി ആയിരിക്കും. എനിക്ക് മനസ്സിലാവാത്ത, ഇവർ ഈ പടം കാണാനിട്ടാണോ? പടങ്ങൾ കാണുന്നില്ല ഇവര്. സോ KTU വണ്ടി യൂണിവേഴ്സിറ്റി ഉണ്ട്, APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി എന്നാണ് അതിന്റെ പേര്. നോം അതിന്റെ ഫസ്റ്റ് സീസൺ വിക്ടിം ആയിരുന്നു, ഏറ്റവും ഫസ്റ്റ് സീസൺ വിക്ടിം. അവര് പേപ്പർ നോക്കുന്ന പോലെയാണ് ഇവര് മറ്റേ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അവര് പേപ്പർ നോക്കിയാൽ പഠിക്കുന്ന പിള്ളേർ തോറ്റുണ്ടാവും, പഠിക്കാത്ത പിള്ളേർക്ക് ഗ്രേഡ് ഉണ്ടാവും. റീവാലുവേഷൻ കൊടുക്കുന്ന സമയത്ത് തോറ്റവന് O ഗ്രേഡ് ആയിരിക്കും ഇവരുണ്ടാവുക. അതേപോലെയാണ് ഇവരുടെ അവാർഡ് പ്രഖ്യാപനം. വെരി പുവർ. ചില സമയത്ത് ചില ആൾക്കാരുടെ പെർഫോമൻസിന് നമുക്ക് ഒരു അവാർഡ് വെച്ചിട്ട് വാല്യൂ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അവാർഡ് വെച്ചിട്ട് അതിന് തൂക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പെർഫോമൻസ് ആണ് ചിയാൻ വിക്രത്തിന്റെ തങ്കലാനിലെ പെർഫോമൻസ്. ആൻഡ് ദാറ്റ്സ് മോർ വാല്യുബിൾ ദാൻ എനി സോ കോൾഡ് അവാർഡ്സ്. മെയ്യഴകന് കിട്ടേണ്ട റെക്കഗ്നീഷൻ മെയ്യഴകന് കിട്ടിയില്ല. എത്രയോ സിനിമകൾക്ക്. ഇവരുടെ പണി ഇത് കാണാനും അതിന് ഇവാലുവേറ്റ് ചെയ്യാനും അല്ലേ. അതുപോലെ അവർക്ക് മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റില്ല, പിന്നെ ആര് ചെയ്യാനാണ്? റായനൊക്കെ അവാർഡ് കൊടുത്തൊക്കെ വൺ കോമഡി പരിപാടിയായിരുന്നു.
ഒരു സമയത്ത് സായി പല്ലവി ഫോർ ഗാർഗി ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു, അതിന് കൊടുത്തില്ല. കഷ്ടം തന്നെ പറയാനുള്ളൂ. സുനിപ്പോ അടുത്ത നോക്കിയാൽ മതി, കൂടുതൽ മാസ് സിനിമകൾക്കും അല്ലെങ്കിൽ ഈ ഇവർക്ക് വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ അവാർഡ് കൊടുക്കുന്നുണ്ടാവുള്ളൂ. പൊളിറ്റിക്സ് ഡേർട്ടിയാണ്, പക്ഷെ ഇറ്റ്സ് ഗെറ്റിംഗ് ഇവൻ ഡേർട്ടിയർ ഡേ ബൈ ഡേ.